നമുക്ക് ഇനി പഠിക്കാനുള്ളത് എസെൻഷ്യൽസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എസെൻഷ്യൽ ടോർക്കുകൾ. അപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു പോയിൻ്ററും സ്കെയിലിലൂടെ പോയിൻ്റർ മൂവ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടാവും, മൂവിങ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റിന് ഒരു പെർമനൻറ്റ് സിസ്റ്റം ഉണ്ടാവും, ഒരു മൂവിങ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ആ മൂവിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്പിൻഡിലായിരിക്കും നമ്മൾ എന്ത് ഉണ്ടാവുക, ഘടിപ്പിച്ചിട്ടുണ്ടാവുക. രണ്ട് ഭാഗത്ത് ബിയറിങ് വെച്ചിട്ട് അതിലൊരു സ്പിൻഡിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതായത് ആ ബിയറിങ്ങിൽ കിടന്ന് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവുക, കോയിൽ വെച്ചിട്ടുണ്ടാവുക. അതേ സിസ്റ്റത്തുമ്പോൾ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പോയിൻ്ററും വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ പോയിൻ്ററും അതുപോലെ ആ സ്കെയിൽ, ആ പോയിൻ്റർ എന്താണ്, നമ്മളൊരു ഗ്രാജുവേറ്റഡ് സ്കെയിലിൻ്റെ മുകളിൽ കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഗ്രാജുവേറ്റഡ് പോയിൻ്റർ മൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പോയിൻ്റർ മൂവ് ചെയ്യണമെങ്കിൽ, ഈ മൂവിങ് സിസ്റ്റം മൂവ് ചെയ്യണമെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന 3 എസെൻഷ്യൽ ടോർക്കുകൾ എന്താണ്, നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിനെയാണ് എസെൻഷ്യൽ ടോർക്കുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത് നമുക്കറിയാം ഡിഫ്ലക്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക്. രണ്ടാമത്തത് കൺട്രോളിംഗ് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ടോർക്ക്. മൂന്നാമത്തത് ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്താണ്? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിഫ്ലക്ഷൻ. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്, മൂവ് ചെയ്യാനുള്ളതാണ്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനാണ്. ആ മൂവ്മെൻറ്റിനെ, അതായത് പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അത് നേരെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്യാതെയാണ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാക്സിമത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഓവർ റേറ്റ് ചെയ്താണ്ട് പോകാനുള്ള സാധ്യത, ഓവർ റീഡ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താൻ, അല്ലെങ്കിൽ ആ നിർത്തി കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാൻ, റിവേഴ്സിൽ വരാൻ ഒക്കെ അങ്ങനെയുള്ള കൺട്രോളിങ്ങിനാണ്. മൂന്നാമത്തത് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് ഉറപ്പിച്ച് നിർത്താൻ, ഒരു പ്രത്യേക സ്ഥലത്ത് എന്ത് ചെയ്യാൻ, അതിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാമ്പിംഗ് ടോർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു മാഗ്നറ്റിക്, ഹീറ്റിംഗ്, കെമിക്കൽ, ഇലക്ട്രോസ്റ്റാറ്റിക്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്റ്റ്, അതായത് ഓഫ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ആൻഡ് ഒരു കറണ്ടിൻ്റെയോ വോൾട്ടേജിൻ്റെയോ സിസ്റ്റത്തിനെ, എഫക്റ്റിനെ, അതായത് ഇതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു എഫക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ മൂവ് ചെയ്യിക്കുന്ന, സീറോ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ ഫോഴ്സിനെ അല്ലെങ്കിൽ ടോർക്കിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഏത് വിധമാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഏത് വിധത്തിലും നമ്മൾ യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ആവാം, മെക്കാനിക്കൽ ആവാം, ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, ഇലക്ട്രോസ്റ്റാറ്റിക് ആവാം, ഇലക്ട്രോമാഗ്നറ്റിക് ആവാം. ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യിക്കുകയാണ്. ആരെ? പോയിൻ്ററിനെ. എവിടുന്ന്? സീറോയിൽ നിന്ന് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാവാം, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ, അതായത് വോൾട്ടേജ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വോൾട്ടേജ്, കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കറണ്ട്. അപ്പോൾ എന്താണോ നമ്മൾ മെഷർ ചെയ്യുന്നത് ആ സാധനം വഴി ഈ ഏതെങ്കിലും ഒരു ഫോഴ്സ് വഴി നമ്മൾ അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്ലക്റ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ടോർക്കാണ്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കൺട്രോളിംഗ് ടോർക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്, ദ ഡിഫ്ലക്ഷൻ ഓഫ് എ മൂവിങ് സിസ്റ്റം വുഡ് ഇൻഫിനിറ്റ് ഇഫ് ദർ ഈസ് നോ കൺട്രോളിംഗ് ടോർക്ക്. അത് കൺട്രോളിംഗ് ടോർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡിഫ്ലക്ഷൻ ഓഫ് എ മൂവിങ് സിസ്റ്റം അല്ലെങ്കിൽ പോയിൻ്ററിൻ്റെ മൂവിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻഡെഫിനിറ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സപ്ലൈ കൊടുത്ത് ഡിഫ്ലക്ഷൻ ടോർക്കാണ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പോയിൻ്റർ അങ്ങോട്ട് മൂവ് ചെയ്യും. 0 എന്നാണ് മൂവ് ചെയ്തിട്ട് 10 ആംപിയറിൻ്റെ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 10 പോയി അവിടെ നിൽക്കും. 250 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്റർ ആണെങ്കിൽ 250 പോയി അവിടെ നിൽക്കും മാക്സിമം. അതായത് അത് കണക്കില്ലാതെ അങ്ങോട്ട് പോകും. അപ്പോൾ അതിനെയാണ് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത്, നമുക്കിപ്പോൾ 5 ആംപിയറിൻ്റെ 10 ആംപിയറിൻ്റെ മീറ്ററാണ് നമ്മളെ കയ്യിലുള്ളത്, അതിൽ 5 ആംപിയറാണ് മെഷർ ചെയ്യേണ്ടത് ചെയ്താൽ എങ്ങനെ ഈ സാധനം 5 ആംപിയറിൽ പോയി നിൽക്കണം, 5 ആംപിയറിന് പിന്നെ മുന്നോട്ട് പോകരുത്, 5 ആംപിയറിൽ ചെന്ന് നിൽക്കണം.
അതെങ്ങനെ ചെയ്യുന്നു ആ ഒരു ഫോഴ്സിന്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സപ്ലൈ നമ്മളങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് 5 ആമ്പിയർ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ അങ്ങോട്ട് ഓഫാക്കി കഴിഞ്ഞാൽ ആ 5-ൽ നിന്ന് വന്ന് എവിടെ 0-ൽ എങ്ങനെ വന്ന് നിൽക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫോഴ്സാണ്, ഇടത്ത് നിന്ന് വലത്തോട്ടുള്ള 0-ൽ നിന്ന് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീറ്ററുകളിലൊക്കെ ഇടത്ത് നിന്ന് വലത്തോട്ട് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഫോഴ്സിന് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് തിരിച്ച് വരണം. അപ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടി സി എന്ന് പറയുന്നത്, കൺട്രോളിങ് ടോർക്ക് ടി സി എന്ന് പറയുന്നത്. മറ്റേത് ടി ഡി, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി ആണ്. അപ്പോൾ ടി സി ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ടി ഡി അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ടി ഡിൻ്റെ ഫോഴ്സും ടി സിൻ്റെ ഫോഴ്സും കൂടി ഓപ്പോസിറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഈക്വലായാൽ എന്താ സംഭവിക്കുക, അത് ഒരേ ടോർക്ക് ഈക്വലായിട്ടുണ്ടെങ്കിൽ എന്താവും, പോയിൻ്റർ സ്റ്റോപ്പ് ആവും. അതായത് 5 ആമ്പിയറിൻ്റെ മെഷറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഈ 5 ആമ്പിയറിൽ എത്തുമ്പോൾ 5 ആമ്പിയർ ആവുന്നത് വരെ ടി ഡി ആണ് കൂടുതൽ, ടി സി നമ്മൾ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ടി സിയും ടി ഡിയും കൂടി കറക്റ്റ് ആവുന്നത്, ടി സി ഈക്വൽ ടു ടി ഡി ആവുന്നത് എപ്പോഴാണ്, 5 ആമ്പിയറിലാണ്. ആ സമയത്ത് അതെന്താവും, പോയിൻ്റർ സ്റ്റോപ്പായിട്ട് എന്ത് ചെയ്യും, അവിടെ നിൽക്കും. ആ പോയിൻ്റർ അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ സപ്ലൈ ഓഫാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ചെയ്യും, 0-യിലേക്ക് തിരിച്ച് പോരുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മെയിനായിട്ട് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്പ്രിംഗ് കൺട്രോള്, രണ്ടാമത്തത് ഗ്രാവിറ്റി കൺട്രോൾ. അപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ എന്നുള്ള സാധനം നമുക്ക് ഈ ഫിഗർ വരച്ചത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഫിഗർ വരച്ചത് കണ്ടോ. അപ്പോൾ ഈ സ്പ്രിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോൾ സ്പ്രിങ്ങുകൾ എന്ന് പറയുന്നത്. എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺട്രോൾ സ്പ്രിങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പിൻഡിൽ എന്ന് പറയുന്ന സാധനം. ഇതാണ്, ഇത് 2 ബിയറിങ്. ഈ സ്കെയിൽ ഇതാണ്, ഇതിൻ്റെ മുകളിൽ കൂടി ആയിരിക്കും നമ്മൾ ഈ പോയിൻ്റർ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയും എന്താണ്, നമ്മൾ ബിയറിങ്ങിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും, അതിനനുസരിച്ച് മൂവിങ് സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, പോയിൻ്ററും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ, സ്പിൻഡിൽ മൂവ് ചെയ്യുമ്പോൾ പോയിൻ്റർ മൂവ് ചെയ്യുന്നു. ഈ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഫോസ്ഫർ ബ്രോൺസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, സ്പ്രിങ്. ഇതിന് നമ്മൾ പറയുന്നത് ഹെയർ സ്പ്രിങ് എന്നാണ്. അപ്പോൾ അത്രയും നാരോ ആയിട്ടുള്ള സ്പ്രിങ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെലിക്കൽ സ്പ്രിങ് എന്ന് പറയുന്നത്, ഹെയർ സ്പ്രിങ് എന്താണ്, ടൈറ്റ് ആവുക ചെയ്യുക. മനസ്സിലായോ? ഈ സ്പ്രിങ് ഇപ്പോൾ ഒരു ലൂസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഇതെന്താണ്, വലത്തോട്ട്, അതായത് ഈ മൂവ്മെൻറ്റ് പോയിൻ്ററിൻ്റെ ഈ ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റിനനുസരിച്ച് ഈ സ്പ്രിങ് എന്താണ് ചെയ്യുക, ടൈറ്റ് ആവും. ആ സ്പ്രിങ് ടൈറ്റായി ഒരു 5 ആമ്പിയറിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും സ്പ്രിങ് എന്താവുക, ടൈറ്റ് ആവുക. ആ സമയത്ത് തന്നെ അപ്പോൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത 5 ആമ്പിയറിൽ ചെറിയൊരു ഫോഴ്സ് ആണെങ്കിൽ 6 ആമ്പിയർ അതിനേക്കാളും കുറച്ചും കൂടി ഫോഴ്സ് എന്തിനുണ്ടാവും, ഡിഫ്ലക്ഷൻ ടോർക്കിനുണ്ടാവും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ ടോർക്ക് എപ്പോഴാണോ ടി ഡി ഈ സ്പ്രിങ്ങിൻ്റെ റൊട്ടേഷൻ എന്താവുന്നത്, ടൈറ്റ് ആവുന്നത്, അപ്പം എന്താവും, ആ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും, ആ പോയിൻ്റർ അവിടെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ when the deflection of the pointer of the spring is twisted opposite direction, the twist in the spring produces controlling torque which directly proportional to the angle of deflection of moving system. അതായത് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഈ മൂവിങ് കോയിൻ്റെ സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്, എന്തിന് പ്രൊപ്പോർഷണലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എന്തിന്, കറണ്ടിന് എന്ന് പറയുന്നത്. മൂവിങ് സിസ്റ്റത്തിൻ്റെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്താണ്, ഡയറക്ട്ലി ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിങ് സിസ്റ്റം. അപ്പോൾ കറണ്ടിന് ഏകദേശം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം വരില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പോയിൻ്റ് നമ്മളെ സ്കെയിലൊക്കെ എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. എപ്പോഴാണ് പോയിൻ്റർ നിൽക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഡിഫ്ലക്ഷൻ ടോർക്കും കൺട്രോളിങ് ടോർക്കും കൂടി ഈക്വൽ ആവുന്ന സമയത്ത് പോയിൻ്റർ അവിടെ നിൽക്കും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഈ പോയിൻ്റർ അവിടെ നിൽക്കുമ്പോഴും അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കില്ല, അവിടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയൊരു വൈബ്രേഷൻ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഒഴിവാക്കാനുള്ള നെക്സ്റ്റ് ടോർക്ക് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആ ഏകദേശം ടി ഡി ഈസ് ഈക്വൽ ടു ടി സി ആകുമ്പോൾ എന്തായും അവിടെ വന്ന് നിൽക്കും. അതാണെന്ത്, ഈ നമ്മുടെ PMMC മീറ്ററുകളിലൊക്കെ കൂടുതലായിട്ടും MC മീറ്ററുകളൊക്കെ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്പ്രിംഗ് കൺട്രോളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി കൺട്രോളാണ്. അപ്പോൾ ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ പോയിൻ്റർ ഉണ്ട് ഇവിടെ, നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവുക, പോയിൻ്റർ ഉണ്ട്,
പോയിൻ്റർ ഉണ്ട്, ഇവിടെ സ്കെയിൽ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിൽ ഇത് ഈ സ്പിൻഡിൽ നമ്മൾ എന്താ മറ്റേത് നേരെ സൈഡ് വ്യൂ ആണ് കാണിച്ചത്, ഇത് ടോപ്പ് വ്യൂ ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണ് കുത്തനെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടോപ്പ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ എന്തെന്ന് പറയുന്നത് കൺട്രോളിങ് വെയ്റ്റും അതുപോലെ ബാലൻസിങ് വെയ്റ്റും. ഈ കൺട്രോളിങ് വെയ്റ്റ് ഇതാണ് നമ്മുടെ ഗ്രാവിറ്റി കൺട്രോളിങ് ഇതാണ് നമ്മൾ ഗ്രാവിറ്റി കൺട്രോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വല്ലാതെ അത് എന്ത് ചെയ്യാതിരിക്കാൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബാലൻസിങ് വെയ്റ്റ്. ഇതാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ഗ്രാവിറ്റി കൺട്രോളിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസിങ് വെയ്റ്റും കൂടി ഉണ്ടാവും. ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചാൽ നമ്മളെ പോയിൻ്റർ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് കൊണ്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ട് പോയിൻ്റർ എന്ത് ചെയ്യും സ്പിൻഡിലിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് എന്താകും ഇതിങ്ങനെ ഇങ്ങോട്ട് പോവും അല്ലേ. നമ്മുടെ പോയിൻ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. പോയിൻ്റർ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ തന്നെ കൺട്രോളിങ് വെയ്റ്റ് എന്ത് ചെയ്യും ഇങ്ങോട്ട് മൂവ് ചെയ്യും. കൺട്രോളിങ് വെയിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കൺട്രോളിങ് ടോർക്ക് ഈക്വൽ ആകുമ്പോൾ എന്താവും പോയിൻ്റർ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യും അവിടെ. കാരണം എന്താ വെച്ചാൽ വെയിറ്റ് കൂടി വരികയാണ്. അപ്പോൾ ആ വെയിറ്റിന് താങ്ങാൻ പറ്റാതെ ആകുമ്പോൾ എന്താവും പോയിൻ്റർ അവിടെ നിൽക്കും. ഇതിനങ്ങോട്ട് വലിക്കല്ലേ ഈ പോയിൻ്ററിന് ഇത് എന്താ ചെയ്യണത് ഈ കൺട്രോളിങ് വെയിറ്റ് ഇതിനെന്ത് ചെയ്യണം താഴേട്ട് വലിക്കുക ചെയ്യണത്. അപ്പോൾ എന്താവും ആ ഫോഴ്സ് എപ്പോഴാണോ ഈ ഫോഴ്സ് ഈക്വൽ ഈ ഫോഴ്സിനോട് അതായത് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സിനോട് എപ്പോഴാണോ കൺട്രോളിങ് ടോർക്ക് ഈക്വൽ ആവണത് അപ്പോൾ പോയിൻ്റർ അവിടെ നിൽക്കും. ഇനി നമ്മൾ ആ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ആ സപ്ലൈ നമ്മൾ എപ്പോഴാണോ എടുത്തു കഴിയുന്നത് ആ സപ്ലൈ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും ഇതിപ്പോൾ ഗ്രാവിറ്റി മുഖേന ഈ സാധനം എന്ത് ചെയ്യും ഇതുപോലെ നിൽക്കും. എന്ത് ചെയ്യും ഗ്രാവിറ്റി മുഖേന ഈ സാധനം ഇങ്ങോട്ട് താഴോട്ട് വരും. അതായത് ഈ പൊസിഷനിൽ തന്നെ ഇതാക്കണം ഈ പൊസിഷൻ വെർട്ടിക്കൽ പൊസിഷനിൽ എന്ത് ചെയ്യും നിൽക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രാവിറ്റി കൺട്രോളർ കൂടുതൽ യൂസ് ചെയ്യുന്നത് മൂവിങ് അയൺ മീറ്ററുകളാണ്. ഈ മീറ്ററുകൾ കൂടുതലായിട്ടും എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ കുത്തനെ വെക്കാൻ ശ്രദ്ധിക്കണം. വെർട്ടിക്കലായിട്ട് ചെയ്താലേ എന്താവുള്ളൂ ഗ്രാവിറ്റി കൺട്രോൾ കറക്റ്റായിട്ടുള്ളൂ. അല്ലെങ്കിൽ പോയിൻ്ററിലെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, എറർ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടി സി ഈക്വൽ ടു കൺട്രോളിങ് ടോർക്ക് എന്താണ് സൈനിന് പ്രൊപ്പോർഷണലാണ്. മറ്റേത് തീറ്റയ്ക്കായിരുന്നു പ്രൊപ്പോർഷണൽ, ഇതെന്താണ് സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണലാണ് എന്തെന്ന് പറയുന്നത് കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ടി ഡി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്, അതായത് വോൾട്ട്മീറ്റർ ആണെങ്കിൽ വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് കറണ്ടിനും, കറണ്ട് ആണെങ്കിൽ ലോഡ് കറണ്ടിനും പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഐ ഈസ് പ്രൊപ്പോർഷൻ അതായത് റെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ടി ഡി ഈക്വൽ ടു ടി സി അല്ലേ. ടി ഡി ഈക്വൽ ടു ടി സി എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ അല്ലെങ്കിൽ ഐ പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഐ വ്യത്യാസം വരും. തീറ്റ ഐയും ഒരുപോലെ അല്ലാത്തതുകൊണ്ട് നമ്മുടെ പോയിൻ്ററുകളിലുള്ള സ്കെയില് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല. 1 മുതൽ 2 വരെയുള്ള സ്കെയിലാവില്ല, 2 മുതൽ 3 വരെ, 3 മുതൽ 4 വരെ അതായത് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ MI മീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും 0 to 1 വരെയുള്ള ഒരു അകലെ ആയിരിക്കില്ല 1 മുതൽ 2 വരെ ഉണ്ടാവുക. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ ടി ഡി ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആയതുകൊണ്ടാണ് ഗ്രാവിറ്റി കൺട്രോളിൽ കൂടുതൽ ചെയ്യുന്നത് പോയിൻ്റർ സ്കെയില് യൂണിഫോം അല്ലാത്തതിന് കാരണം. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി കൺട്രോൾ ചീപ്പാണ്, അൺഅഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ കൊണ്ട് അഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഏതാണ് ഗ്രാവിറ്റി കൺട്രോൾ സബ്ജക്റ്റഡ് ടു ഫിഗർ ഡിസ്റ്റോർട്ട് fatigue or it is not subjected to fatigue or deterioration. ഡിറ്റീരിയറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊറോഷൻ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനെ ബാധിക്കില്ല. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ സ്കെയിൽ യൂണിഫോം അല്ല, ഇൻസ്ട്രുമെൻ്റ് എപ്പോഴും എന്ത് ചെയ്യണം വെർട്ടിക്കലായിട്ട് വെക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. എന്താണ് ഒന്ന് ഇത് പറഞ്ഞു ഏത് കൺട്രോളിങ്ങും പറഞ്ഞു, അതായത് ഡിഫ്ലക്ഷനും പറഞ്ഞു. എന്നിട്ട് അതിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, എന്താണ് ഈ സാധനം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യില്ല, 5 ആമ്പിയറാണ് മെഷീൻ 5-ൽ ചെന്നിട്ട് നിൽക്കില്ല. അതായത് ഒരു ഫോഴ്സ് അങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ്, ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അവിടെ കടന്ന് വൈബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ടി ഡി ഈക്വൽ ടു ടി സി ആയാൽ തന്നെ ഈ ഗ്രാവിറ്റി കൺട്രോളിൽ ഒരു ചെറിയ പ്രശ്നമോ അല്ലെങ്കിൽ സ്പ്രിങ്ങിലൊരു ചെറിയ പ്രശ്നമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്
5ൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാമ്പിങ് കൊടുക്കുന്നത്. ഡാമ്പിങ് ടോർക്ക് ഈസ് നെസസറി ടു അവോയ്ഡ് ഓസിലേഷൻ ഓഫ് എ മൂവിങ് സിസ്റ്റം അബൌട്ട് ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലക്ഷൻ പൊസിഷൻ ഡ്യൂ ടു ഇനേഷ്യ ഓഫ് ദ മൂവിങ് പാർട്സ് ബ്രിങ് മൂവിങ് സിസ്റ്റം ടു റെസ്റ്റ് ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലക്ഷൻ പൊസിഷൻ ക്വിക്ക്ലി. അതായത് കറക്റ്റായിട്ടൊരു പൊസിഷനിൽ നിൽക്കണം. 5 എന്ന് പറഞ്ഞാൽ 5-ലായിരിക്കണം നിൽക്കേണ്ടത്. 5 ആമ്പിയർ എന്ന് പറഞ്ഞാൽ 5 ആമ്പിയർ അല്ല, 5.2 4.8 ആവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാമ്പിങ് ടോർക്ക് ആക്ട്സ് ഓൺ ദ മൂവിങ് സിസ്റ്റം ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി വെൻ ഇറ്റ്സ് മൂവിങ് ആൾവേസ് ഓപ്പോസിറ്റ് ഇറ്റ്സ് മോഷൻ. അതായത് നമ്മളെ മൂവിങ് പോർഷൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണേ, ഡാമ്പിങ് ടോർക്ക് കൊടുക്കാൻ. നമുക്ക് 3 തരം ഡാമ്പിംഗ് ആണുള്ളത്. 1 എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്, 2 ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്, 3 എഡ്ഡി കറണ്ട് ഡാമ്പിങ്. അപ്പോൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ ഇതാക്കണം, നമുക്കറിയാം നമ്മൾ പിസ്റ്റൺ പോലെയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ പോയിൻ്ററിൻ്റെ മൂവിങ് ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ പിസ്റ്റണിലൂടെ എന്താണ്, ഇറ്റ് ഈസ് ദ ലൈറ്റ് അലൂമിനിയം പിസ്റ്റൺ അറ്റാച്ച്ഡ് ടു മൂവിങ് സിസ്റ്റം ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് അറേഞ്ച്ഡ് ട്രാവൽ വെരി സ്മാൾ ക്ലിയറൻസ് ഫിക്സ്ഡ് എയർ ചേംബർ ക്ലോസ്ഡ് ഓൺ ആൻഡ്. അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു എയർ ചേംബറിൻ്റെ ഉള്ളിലൊരു എന്താണ് പിസ്റ്റൺ ഉണ്ടാവും. ആ പിസ്റ്റൺ എന്താണ്, ഈ മൂവിങ് സിസ്റ്റം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, പ്രഷറൈസ് ചെയ്യാണ്. അപ്പോൾ ആ എയർ പ്രഷർ കൊണ്ട് എന്താണ്, ആ ഓസിലേഷൻ വരുമ്പോൾ ആ എയർ പ്രഷർ ഇങ്ങനെ എന്താണ്, ഓസിലേഷൻ വന്ന് ആ എയർ പ്രഷറൈസ് ചെയ്ത് എന്താണ് ചെയ്യുന്നത്, ആ പിസ്റ്റൺ സ്റ്റോപ്പ് ആവും. ആ ഓസിലേഷനനുസരിച്ച് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ പ്രഷറൈസ് ആയിട്ട് എന്ത് ചെയ്യും, ആ പോയിൻ്റർ അവിടെ, ആ പിസ്റ്റൺ അവിടെ നിൽക്കും. അത് അപ്പോൾ ആ മൂവിങ് നമ്മളെ ഈ അതിനോടനുബന്ധിച്ചുള്ള മൂവിങ് സിസ്റ്റം എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് ആണ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് തന്നെയാണ്. അതിന് പകരം നമ്മളെന്താണ്, ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് വ്യൂവും, ആദ്യം കാണിച്ചിരിക്കുന്നത് സൈഡ് വ്യൂവും, രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഈ വെയിന്, ഈ കാണിച്ചിരിക്കുന്ന വെയിനാണ് എന്ത്, ഡിസ്ക്കാണ് എന്തിരിക്കുന്നത് ഇതിൽ, ഈ കാണിച്ചിരിക്കുന്നത് ഈ വെയിന്, ഈ കാണിച്ചിരിക്കുന്ന വെയിന് തന്നെയാണ് എന്തിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേഷൻ, സ്പിൻഡിലിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് എന്താണ്, ഈ ഓയിലിൽ കടന്ന് ഈ സാധനം എന്ത് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഓയിലിൽ കടന്ന് സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓയിൽ പ്രഷർ കൊണ്ട് എന്താവും, ആ പോയിൻ്റർ മൂവുമ്പോൾ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഓയിൽ ആൻഡ് വെയിൻസ് ഓപ്പോസിറ്റ് മോഷൻ ഓഫ് ദ പോയിൻ്റർ ആൻഡ് നെസസറി ഡാമ്പിങ് ടോർക്ക് ഇസ് പ്രൊവൈഡഡ്. അതെന്ത് ചെയ്യും, ആ ഓയിലിൽ കടന്ന് ഓയിൽ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, ആ വെയിൻ അവിടെ ടൈറ്റായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് പോയിൻ്ററും എന്താവും, ടൈറ്റായിട്ട് കറക്റ്റ് ഡാമ്പിങ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് എഡ്ഡി കറണ്ട് ഡാമ്പിങ് ആണ്. അപ്പോൾ എന്താണ് എഡ്ഡി കറണ്ട് ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടുള്ള ഡിസ്ക് പോലുള്ള സ്ഥലത്താണ്. അതായത് ഇവിടെ നമ്മളൊരു മാഗ്നറ്റ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും, നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് മാഗ്നറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മാഗ്നറ്റ് വെക്കുമ്പോൾ ഈ മാഗ്നറ്റിസ് ഇതിനിടയിൽ, ഈ നോർത്ത് സൗത്ത് പോളിനിടയിൽ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റീസ് ഉണ്ടാവും. ഈ ഡിസ്ക് ഇതിൻ്റെ ഇടയിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ഒരു കറണ്ട് ഉണ്ടാവും. അതായത് ഇതിനിടയിൽ ഒരു മാഗ്നറ്റിസം ഉണ്ടാവും. കാരണം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസം വഴി ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ആ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇതെന്താണെന്ന് വെച്ചാൽ, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ആ കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും അതിന്. അതായത് ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണോ, ഇതിൽ ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണോ അതിനെ എന്താക്കും, ഒപ്പോസ് ചെയ്യും. അപ്പോൾ എന്താണ്, ഈ കറണ്ട് ഉണ്ടാവാനുള്ള സാധ്യത എന്താ, ഈ ഡിസ്ക് എന്ത് ചെയ്യണതാണ്, മൂവ് ചെയ്യണതാണ്. അപ്പോൾ ഈ ഡിസ്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസ്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ്, ഈ നോർത്തിനും സൗത്തിനും ഇടയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്യുമ്പോൾ ഇതിലെന്തുണ്ടാവുന്നു, EMF ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഡിസ്ക് റൊട്ടേഷൻ ഇപ്പോൾ സപ്ലൈ പോയി കഴിഞ്ഞാലും ഈ ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യൂലേ. കാരണം ഒരു സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം ഒരിക്കലും എന്തെങ്കിലും പെട്ടെന്ന് നിൽക്കില്ല. അപ്പോൾ എന്തുണ്ടാവും, ഈ നോർത്ത് സൗത്ത് പോളിനെ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിന് എന്തുണ്ടാവുണ്ടാവും, ഇതിന് ഒപ്പോസ് ചെയ്യാനുള്ള ഫോഴ്സ്. എന്താണോ ഇതുണ്ടായത്, കറങ്ങിയതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, EMF ഉണ്ടാവുന്നത്. അപ്പോൾ ആ കറക്കത്തിന് ഒപ്പോസ് ചെയ്യും. കറക്കത്തിന് ഒപ്പോസ് ചെയ്യുമ്പോൾ കറക്കം എന്ത് ചെയ്യും, നിൽക്കും. അപ്പോൾ ആ പോയിൻ്റർ അവിടെ എന്ത് ചെയ്യും, നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എഡ്ഡി കറണ്ട് ഡാമ്പിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽ ടോർക്കുകൾ എന്ന് പറഞ്ഞത്. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത എങ്ങനെയാ വെച്ചാൽ, എക്സാമിൻ എസെൻഷ്യൽസ് ഓഫ് അല്ലെങ്കിൽ എസെൻഷ്യൽ ടോർക്സ് ഓഫ്
പിന്നെ എക്സ്പ്ലെയിൻ എസെൻഷ്യൽ ടോർക്സ് ഓർ അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒന്ന് മാത്രമായിട്ട് ചോദിക്കും. ഇപ്പോൾ 6 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെ ഒന്നുകിൽ കൺട്രോളിങ് ടോർക്ക് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ എന്ത് മാത്രം ചോദിക്കും, ഡാമ്പിങ് ടോർക്ക് മാത്രം ചോദിക്കും. കാരണം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ചോദിക്കാനുള്ള സാധ്യത ഇല്ല. കൺട്രോളിങ് ടോർക്ക് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ ഡാമ്പിങ് ടോർക്ക് മാത്രം. അപ്പോൾ എന്ത് ചെയ്യുക, അത് രണ്ടും എഴുതുക. പിന്നെ എസെൻഷ്യൽസ് ചോദിക്കുകയാണെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിങ് ടോർക്കും എന്തും എഴുതുക, ഡാമ്പിങ് ടോർക്കും ഒരുമിച്ച് എഴുതുക. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ.